കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPIയും ഇടതുപക്ഷവും ഡീലുണ്ടാക്കുമ്പോൾ SDP പിന്തുണ നൽകിയാൽ പകരമായി ഇടതുപക്ഷ സ്ഥാനാർത്ഥി വാഗ്ദാനം ചെയ്തത് പണമായിരുന്നു. എന്നാൽ SDP ആ ഓഫർ നിഷേധിച്ചു. ഞങ്ങൾക്ക് പണമല്ല വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ പകരം എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ SDP അവരുടെ ഡിമാൻഡായി മുന്നോട്ട് വെച്ചത് മഹാരാജാസിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ കൊലയാളികളെ സഹായിക്കണം എന്നായിരുന്നു. 6 വർഷമായിട്ട് ഇന്ന് വരെ അഭിമന്യുവിന്റെ കൊലപാതക കേസിൽ വിചാരണ തുടങ്ങിയിട്ടില്ല. ആ വാഗ്ദാനം മന്ത്രി സ്വീകരിച്ചു. അത് കൃത്യമായി നടപ്പിലാക്കുന്നു എന്നതിന്റെ തെളിവാണത്. SDP മലപ്പുറം ജില്ലാ കമ്മിറ്റി അവരുടെ സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ആ പ്രസ്താവനയിൽ SDP പറയുന്നത് മന്ത്രി V. അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുത് എന്നാണ്. താനൂരിൽ നിന്നും V. അബ്ദുറഹ്മാൻ ജയിച്ചത് SDP പിന്തുണയോടെയാണ് എന്നാണ് ആ പ്രസ്താവനയുടെ ഉള്ളടക്കം. V. അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് ജയിച്ച് മന്ത്രിയായത് SDP പിന്തുണയോടുകൂടിയാണ് എന്ന് ഞങ്ങൾ മുമ്പ് പലതവണ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ SDP തന്നെ അക്കാര്യം പരസ്യമായി സമ്മതിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. ഇതേക്കുറിച്ച് മന്ത്രി V. അബ്ദുറഹ്മാനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ എനിക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഈ എല്ലാ വിഭാഗം ജനങ്ങളുടെ വോട്ടിൽ SDP പെടില്ലേ എന്ന് വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ താനൂരിലെ എല്ലാ വോട്ടർമാരുടെയും പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു പറയുന്നു. അപ്പൊ മന്ത്രി തന്നെ SDP വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇന്ന് സമ്മതിച്ചത്. CPM മലപ്പുറം ജില്ലാ സമ്മേളനം താനൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ CPM ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം. പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ SDP വോട്ട് വാങ്ങിയ മന്ത്രി V. അബ്ദുറഹ്മാനോടുള്ള നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. മാത്രമല്ല V. അബ്ദുറഹ്മാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ്, അതുകൊണ്ട് തെറ്റിദ്ധാരണ വേണ്ട. SDP നേതാക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരമൊരു നിലപാട് അബ്ദുറഹ്മാൻ സ്വീകരിച്ചത്. നിങ്ങൾ പിണങ്ങിപ്പോകരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. ഇടതുപക്ഷ മന്ത്രിയായിട്ടുള്ള ഒരാളാണ്, ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഒരു അംഗമാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്നോർക്കണം. മാത്രമല്ല SFIയും DYFIയും തങ്ങളുടെ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനായിരുന്നല്ലോ അവിടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPIയും ഇടതുപക്ഷവും ഡീലുണ്ടാക്കുമ്പോൾ SDP പിന്തുണ നൽകിയാൽ പകരമായി ഇടതുപക്ഷ സ്ഥാനാർത്ഥി വാഗ്ദാനം ചെയ്തത് പണമായിരുന്നു. എന്നാൽ SDP ആ ഓഫർ നിഷേധിച്ചു. ഞങ്ങൾക്ക് പണമല്ല വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ പകരം എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ SDP അവരുടെ ഡിമാൻഡായി മുന്നോട്ട് വെച്ചത് മഹാരാജാസിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ കൊലയാളികളെ സഹായിക്കണം എന്നായിരുന്നു. 6 വർഷമായിട്ട് ഇന്ന് വരെ അഭിമന്യുവിന്റെ കൊലപാതക കേസിൽ വിചാരണ തുടങ്ങിയിട്ടില്ല. ആ വാഗ്ദാനം മന്ത്രി സ്വീകരിച്ചു. അത് കൃത്യമായി നടപ്പിലാക്കുന്നു എന്നതിന്റെ തെളിവാണത്. മാത്രമല്ല ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഈ കൊലപാതക കേസിൽ എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച
രേഖകൾ അപ്രത്യക്ഷമാകുന്നു. ചാർജ് ഷീറ്റ് കാണുന്നില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണുന്നില്ല, വൂണ്ട് സർട്ടിഫിക്കറ്റ് കാണുന്നില്ല. അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകളായ 11 രേഖകൾ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇത് പ്രതികളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ STPയുടെ പിന്തുണ കിട്ടിയതിനുള്ള പ്രത്യുപകാരം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഈ രേഖ ആരാണ് കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടന്നിട്ടില്ല. അവസാനം ഹൈക്കോടതി ഇടപെട്ട് ആ രേഖകൾ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, കോടതിയിൽ തെളിവുകളാണല്ലോ പ്രധാനം. ഒറിജിനൽ രേഖകൾ തന്നെ കോടതിയിൽ സമർപ്പിച്ചാൽ പല കേസുകളിലും പ്രതികൾ രക്ഷപ്പെടുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു രേഖ പുനഃസൃഷ്ടിച്ചാൽ, അതും വൂണ്ട് സർട്ടിഫിക്കറ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടങ്ങിയ രേഖകൾ, നിർണായകമായ എവിഡൻസ്, അത് പുനഃസൃഷ്ടിച്ചാൽ കോടതിയിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? അപ്പൊ ഈ കേസിൽ പ്രതികൾ മുഴുവൻ രക്ഷപ്പെടാൻ പോകുന്നു എന്നത് ഉറപ്പാണ്. മാത്രമല്ല, വിചാരണ വൈകി പോകുന്തോറും സാക്ഷികളായിട്ടുള്ള മഹാരാജാസ് കോളേജിലെ പല വിദ്യാർത്ഥികളും ഇതിനകം വിദേശത്ത് ജോലി ആവശ്യാർത്ഥം പോയി. ഇനി അവരൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ പ്രതികൾക്ക് നൽകിയ സഹായത്തിന്റെ പിന്തുണയാണ് ഇന്ന് ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ മന്ത്രിസ്ഥാനം. അഭിമന്യുവിന്റെ ആത്മാവിനെ ഒറ്റുകൊടുത്തതിന്റെ പ്രതിഫലമാണ് വി അബ്ദുറഹ്മാന്റെ മന്ത്രിസ്ഥാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത്. വർഗീയത തുലയട്ടെ എന്ന് നാട് നീളെ പോസ്റ്റർ ഒട്ടിച്ചവരാണ് SFI. ഇടതുപക്ഷ മന്ത്രിയോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്? ആ മന്ത്രിയെ പുറത്താക്കാൻ നിങ്ങൾ സമരത്തിന് നേതൃത്വം കൊടുക്കോ? ആ മന്ത്രിക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ DYFIക്ക് ആർജവമുണ്ടോ? സ്വന്തം പ്രവർത്തകനെ കൊന്ന് ആ കൊലയാളിക്ക് എല്ലാ ഒത്താശയും ചെയ്യുന്ന ഈ CPMന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടി നടക്കുന്ന ഈ ഡീലിനെ തള്ളിപ്പറയാൻ DYFIയും SFIയും തയ്യാറുണ്ടോ എന്നാണ് യൂത്ത് ലീഗിന് ചോദിക്കാനുള്ളത്.